നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ബി.ജെ.പി. ആദ്യ പട്ടികയിൽ സീറ്റില്ലാതിരുന്ന കുമ്മനം രാജശേഖരനെയും ബി ഗോപാലകൃഷ്ണനെയും ഉൾപ്പെടുത്തിയാണ് പട്ടിക പുറത്തുവിട്ടത്. തിരുവനന്തപുരം മണ്ഡലം ഒഴിച്ചിട്ടിട്ടുണ്ട്. പട്ടികയിൽ CPI വിട്ട് ബി.ജെ.പിയിൽ എത്തിയ CC മുകുന്ദൻ സ്ഥാനാർത്ഥിയായി. 39 സ്ഥാനാർത്ഥികളെയാണ് ബി.ജെ.പി. രണ്ടാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ മുതിർന്ന നേതാക്കളായ കുമ്മനം രാജശേഖരൻ, PS ശ്രീധരൻപിള്ള, ബി ഗോപാലകൃഷ്ണൻ, MT രമേശ് എന്നിവരെ ഒഴിവാക്കിയത് ചർച്ചയായിരുന്നു. ഇതോടെ കുമ്മനം രാജശേഖരനെയും ബി ഗോപാലകൃഷ്ണനെയും ഉൾപ്പെടുത്തിയാണ് രണ്ടാം ഘട്ട പട്ടിക പുറത്തുവിട്ടത്. കുമ്മനം രാജശേഖരൻ ആറന്മുളയിലും ബി ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിലും സ്ഥാനാർത്ഥികളാകും. സ്ഥാനാർത്ഥിയാകുന്നത് മത്സരിക്കാനാണ്, മത്സരിക്കുന്നത് ജയിക്കാനാണ്. ആ ജയം എനിക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഒരു വികസനവും ഉണ്ടാകാത്തൊരു ഭൂപ്രദേശത്ത് ആ നാടിനൊരു ഉയർച്ച ഉണ്ടാകണമെന്നുള്ള അവിടുത്തെ ജനങ്ങളുടെ അടങ്ങാത്ത ഒടുങ്ങാത്ത ദാഹമാണ് ഞാൻ കാണുന്നത്, മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്. നല്ലൊരു നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനാണ് കുണ്ടറയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി. ഗോവ ഗവർണർ സ്ഥാനമൊഴിഞ്ഞ് കേരളത്തിലേക്ക് തിരിച്ചെത്തിയ PS ശ്രീധരൻപിള്ളയും MT രമേശും രണ്ടാം പട്ടികയിലുമില്ല. തിരുവനന്തപുരം മണ്ഡലത്തിൽ രണ്ടാംഘട്ട പട്ടികയിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇവിടെ മറ്റു പാർട്ടികളിൽ നിന്ന് ബി.ജെ.പിയിലെത്തുന്ന ആരെങ്കിലും സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. ഇതിനുള്ള നീക്കങ്ങളും ബി.ജെ.പി. സജീവമാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള സീറ്റുകളിലും നാളത്തോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.